ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരളത്തിൽ നിന്നുള്ള ഏക സാന്നിധ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. 2024-2025 സീസണിനായി മികച്ച കളിക്കാരെ ടീമിൽ എത്തിക്കാനുള്ള തീവ്ര ശ്രമമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC വേനൽക്കാല ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തിയത്. 2024-25 ട്രാൻസ്ഫർ വിൻഡോയിലൂടെ മൊറോക്കൻ ലെഫ്റ്റ് വിംഗ് നോഹ സദൌയിയെ സ്വന്തമാക്കിയതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ നേട്ടം. ഇന്ത്യൻ ക്ലബ് ഫുട്ബോൾ രംഗത്തെ ഏറ്റവും മികച്ച ലെഫ്റ്റ് വിംഗറായാണ് നോഹ സദൌയി അറിയപ്പെടുന്നത്. 2024 ഡ്യൂറൻ കപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളും 2 അസിസ്റ്റും നോഹ സദൌയി ഇതിനോടകം സ്വന്തമാക്കി. 2 ഹാട്രിക്കുകളാണ് താരം നേടിയത് എന്നതും ശ്രദ്ധേയം. FC ഗോവയിൽ നിന്നായിരുന്നു നോഹ സദൌയി കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ എത്തിയത്. 2024-2025 സീസണിലേക്കായി 3 ലോൺ നീക്കങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FC ശ്രമിച്ചെങ്കിലും അത് ഫലം കണ്ടില്ലെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൊൽക്കത്തൻ വൻ ക്ലബായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിൽ നിന്നുള്ള 3 താരങ്ങളെ ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കാനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC ശ്രമിച്ചത്. പ്രീതം കോട്ടലിനെ ലോൺ വ്യവസ്ഥയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന് കൈമാറിയ ശേഷം പകരമായി ഒരു താരത്തെ തിരിച്ച് ലോൺ വ്യവസ്ഥയിൽ നൽകണം എന്നതായിരുന്നു കൊച്ചി ക്ലബിന്റെ ആവശ്യം. പ്രീതം കോട്ടലിനെ ലോൺ വ്യവസ്ഥയിൽ നൽകുമ്പോൾ പകരമായി ദീപക് താംഗ്രിയെ കൈമാറണം എന്നതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആദ്യ ആവശ്യം. എന്നാൽ മോഹൻ ബഗാൻ അതിന് വഴങ്ങിയില്ല. അതോടെ അഭിഷേക് സൂര്യവംശിനെ ലോൺ വ്യവസ്ഥയിൽ നൽകണം എന്നായിരുന്നു ക്ലബിന്റെ ഡിമാൻഡ്. അതും നടക്കില്ലെന്ന് വന്നപ്പോൾ സുമിത് റാത്തിയെ ലോൺ വ്യവസ്ഥയിൽ തിരിച്ചു നൽകണമെന്ന ആവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് FC വെച്ചു. അതിന് കൊൽക്കത്തൻ ക്ലബ് വഴങ്ങിയില്ല. അതോടെ പ്രീതം കോട്ടലിനെ ലോൺ വ്യവസ്ഥയിൽ കൈമാറാമെന്ന പദ്ധതി മഞ്ഞപ്പട അവസാനിപ്പിച്ചു. 2024 ഡ്യൂറൻ കപ്പിനുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് സംഘത്തിൽ പ്രീതം കോട്ടൽ കളിക്കുന്നുണ്ട്. 2026 മെയ് 31 വരെ പ്രീതം കോട്ടലിന് കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇതുവരെ 24 മത്സരങ്ങളിൽ റൈറ്റ് ബാക്ക് ആയ പ്രീതം കോട്ടൽ ഇറങ്ങിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ വ്യവസ്ഥയിൽ ചോദിച്ച ദീപക് താംഗ്രി 2021 മോഹൻ ബഗാനിലെത്തിയത്. 2026 വരെ മോഹൻ ബഗാനുമായി ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡറിന് കരാർ കാലാവധിയുണ്ട്. ബഗാനു വേണ്ടി 61 മത്സരങ്ങളിൽ 2 ഗോളും 2 അസിസ്റ്റും താംഗ്രി നടത്തിയിട്ടുണ്ട്. അഭിഷേക് സെൻട്രൽ മിഡ്ഫീൽഡറാണ്. 2021 മോഹൻ ബഗാനിലെത്തിയ അഭിഷേകിന് 2027 വരെ കരാറുണ്ട്. സെന്റർ ബാക്ക് താരമാണ് സുമിത് റാത്തി. 2020 ബഗാനിലെത്തിയ റാത്തിയുടെ കരാർ ഈ സീസൺ അവസാനിക്കുന്നതോടെ തീരും.